ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. അരുൺ വസുന്ധരാമ്മയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ്. എനിക്ക് അമ്മയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, ഞാൻ അതിനാ വന്നത്. ഇത് കേൾക്കുന്ന വസുന്ധര ഒരു ഞെട്ടലോടെ അരുണിനെ നോക്കുമ്പോൾ അരുൺ ചോദിക്കുകയാണ്, ഏതാ ആ പെണ്ണ്? ഏത് പെണ്ണ്? എനിക്കൊരു പെണ്ണിനെയും കുറിച്ച് അറിയില്ല മോനെ എന്ന് വസുന്ധര പറയുമ്പോൾ അരുൺ പറയുകയാണ്, അമ്മ കൂടുതൽ ഒളിക്കാൻ നോക്കണ്ട. ആദ്യേട്ടൻ സ്നേഹിക്കുന്ന ആ പെണ്ണിന്റെ കാര്യമാ ഞാൻ ചോദിച്ചത്. അതേസമയം ഇതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഐശ്വര്യ. ആ അശ്വതിയല്ലേ എല്ലാത്തിനും കാരണം. എനിക്കറിയാം, ഞാൻ എന്താണെങ്കിലും അവളെ കൊണ്ടുവന്ന് അമ്മയുടെ മുമ്പിൽ നിർത്തുന്നുണ്ട്. മോനെ, നീ കരുതുന്നത് പോലെ അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ആദിയോട് അമ്മ ചോദിക്കാമെന്ന് വസുന്ധര പറയുമ്പോൾ ഒന്നും ചോദിക്കണ്ടെന്നും പകരം അമ്മ ഓർഡർ കൊടുത്താൽ മതിയെന്നും അരുൺ പറയുന്നു. മോനെ, നീ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അമ്മയ്ക്ക് പേടിയാവുകയാണ്. നിന്നെ വേണം ഇപ്പോൾ കൂടുതൽ സംരക്ഷിക്കാൻ. നിന്റെ കാര്യം ഓർത്തിട്ടാ അമ്മയ്ക്ക് പേടി. അമ്മ എന്തൊക്കെയായി പറയുന്നത് എന്ന് അരുൺ ചോദിക്കുമ്പോൾ വസുന്ധര പറയുകയാണ്, അതൊക്കെ നിനക്ക് പിന്നീട് മനസ്സിലാകും. ആദ്യേട്ടനുമായിട്ട് ഞാൻ വഴക്കുണ്ടാക്കുമെന്ന് അമ്മയ്ക്ക് പേടിയല്ലേ? ഈ കാര്യത്തിൽ ഞാൻ എന്താണെങ്കിലും വഴക്കിടും. അമ്മ ആദ്യേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോ, ഇല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകും. ഞാൻ ആ പെൺകുട്ടിയെ നേരിൽ ചെന്ന് കാണുകയും സംസാരിക്കുകയും ചെയ്യും. അത്രയും പറഞ്ഞ് ദേഷ്യത്തോടെ അരുൺ അവിടെ നിന്ന് പോകുമ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് ആദി ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. തുടർന്ന് ആദി വസുന്ധര അടുത്ത് എന്ന് ചോദിക്കുകയാണ്, അമ്മേ, അരുൺ എന്തോ ഇപ്പോൾ പറഞ്ഞിട്ട് പോയത്? നീ ഉദ്ദേശിക്കുന്നത് എന്താണോ അത് തന്നെയാണ്. ആരാണ് ആ പെണ്ണ് എന്ന് വസുന്ധര ചോദിക്കുമ്പോൾ ആദി പറയുകയാണ്, എനിക്കറിയില്ലമ്മേ, അതൊക്കെ അവർ ചുമ്മാ പറയുന്നതാ. തുടർന്ന് വസുന്ധര ചോദിക്കുകയാണ്, നിനക്ക് അഭിരാമി അറിയാമോ? അമ്മയെല്ലാം അറിഞ്ഞല്ലേ എന്ന് ആദി ചോദിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് കുഴിച്ചുമൂടിയ രഹസ്യങ്ങളെല്ലാം പുറത്തു വരാൻ തുടങ്ങിയിരിക്കുകയാണ്. നേരിടാൻ ഞാനും നീയും മാത്രമേ ഉള്ളൂ. നമ്മൾ രണ്ടുപേരും ഒറ്റക്കെട്ടായി നിന്ന് അശ്വതിയെ എതിർക്കണം. അമ്മേ, ഞാൻ പറഞ്ഞത് അവളോട് ഈ നാട്ടിൽ നിന്നും പോകാൻ, പക്ഷേ അവള് പറ്റില്ലെന്നാ പറയുന്നത്. കാര്യങ്ങളെല്ലാം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് വസുന്ധര പറയുമ്പോൾ ആദി പറയുകയാണ്, അമ്മ ശ്യാമയെ സൂക്ഷിക്കണം. അശ്വതിയുടെ കഥയൊക്കെ കേട്ട് ശ്യാമയുടെ മനസ്സലിഞ്ഞിരിക്കുകയാണെന്നാ എനിക്ക് തോന്നുന്നത്. ശ്യാമയ്ക്ക് ഞാൻ താക്കിയതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതും മറികടന്ന് അവൾ അശ്വതിയെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ശ്യാമയെ ഞാനിവിടെ നിന്ന് ഇറക്കിവിടുമെന്ന് വസുന്ധര പറയുന്നു. അമൃതയ്ക്കും കാര്യങ്ങളെല്ലാം അറിയാമെന്ന് ആദി പറയുമ്പോൾ വസുന്ധര പറയുകയാണ്, ശ്യാമയെ വേണം സൂക്ഷിക്കാൻ. അവൾ ചിലപ്പോൾ അരുണിനെയും അശ്വതിയും കൂട്ടിമുട്ടിക്കും. ഇല്ലമ്മേ, അവൾ അങ്ങനെയൊന്നും ചെയ്യില്ലായിരിക്കും. എന്തെന്നാൽ അന്ന് അശ്വതി വന്നപ്പോൾ അരുൺ കാണാതെ അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടത് ശ്യാമയല്ലേ? എന്താണെങ്കിലും അമ്മ സമാധാനമായിട്ടിരിക്കാൻ ആദി പറയുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് അഖിലിനെയും ശ്യാമയുമാണ്. സാർ, എനിക്ക് പേടിയാകുന്നുണ്ട്. എല്ലാ ദിവസവും നമ്മളിങ്ങനെ പോകുന്നത് കണ്ടാൽ എല്ലാവരും ചോദിക്കില്ലേ നമ്മൾ എവിടെയാ പോകുന്നതെന്ന്? അതൊന്നും കുഴപ്പമില്ലടോ, നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് മാനേജ് ചെയ്യാമെന്ന് അഖിൽ പറയുന്നു. എന്താണെങ്കിലും നമ്മൾ ലക്ഷ്യത്തിലെത്തിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ എല്ലാവരും കാര്യങ്ങൾ അറിയൂ എന്ന് അഖിൽ പറയുമ്പോൾ ഇതെല്ലാം മറഞ്ഞു നിന്ന് കേൾക്കുന്ന ഐശ്വര്യ പറയുകയാണ്, എന്താണെങ്കിലും ഞാൻ ഇവരുടെ രഹസ്യം കണ്ടെത്തിയിരിക്കും. പിന്നീട് കാണിക്കുന്നത് അഖിലും ശ്യാമയും കടൽ തീരത്ത് എത്തിയിരിക്കുന്നതാണ്. ഇവിടെ നിന്ന് സാധകം ചെയ്യാം, നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ടെന്ന് ശ്യാമ പറയുന്നു. സാറിന് എൻ്റെ ഒപ്പം എല്ലാ ദിവസവും വരാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ അഖിൽ പറയുകയാണ്, തനിക്ക് ദേശീയ അവാർഡ് കിട്ടുന്നതുവരെ ഞാൻ എന്താണെങ്കിലും തൻ്റെ ഒപ്പം തന്നെ ഉണ്ടാകും. അതേസമയം അവരെ പിന്തുടർന്നുകൊണ്ട് ഐശ്വര്യ അങ്ങോട്ടേക്ക് വരികയാണ്. ഇവർക്കെന്താ ഇവിടെ പരിപാടി? എന്തോ കാര്യമുണ്ടല്ലോ. കൃഷ്ണതുളസി എന്ന പേരിൽ മറഞ്ഞിരുന്ന് പാടുന്ന ആള് താനാണെന്നറിയുമ്പോൾ ലോകം മുഴുവൻ ഞെട്ടുമെന്ന് അഖിൽ പറയുമ്പോൾ ഇത് കേട്ടൊരു ഞെട്ടലോടെ നിൽക്കുകയാണ് ഐശ്വര്യ. തുടർന്ന് ശ്യാമ പറയുകയാണ്, എനിക്ക് പാടണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ ഇങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പാടണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. അത്രയും പറഞ്ഞ് അഖിലിന്റെ കാല് തൊട്ട് തൊഴുകയാണ് ശ്യാമ. അങ്ങനെ ശ്യാമ പാട്ടുപാടാൻ ആരംഭിക്കുമ്പോൾ ഇത് കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ഐശ്വര്യ. അങ്ങനെ അഖിലും ശ്യാമയും നടന്നുകൊണ്ട് പാട്ടുപാടുമ്പോൾ അവരുടെ പിന്നാലെ മറഞ്ഞു ചെല്ലുകയാണ് ഐശ്വര്യ. പെട്ടെന്ന് ശ്യാമ ഐശ്വര്യയെ കാണുകയാണ്. തന്നെ കണ്ടെന്ന് മനസ്സിലാക്കുന്ന ഐശ്വര്യ അവിടെ നിന്ന് മറഞ്ഞു നിൽക്കുന്നു. എന്തൊക്കെ വന്നാലും ഇവള് പാട്ടുകാരിയാണെന്നുള്ള കാര്യം എന്താണെങ്കിലും അമ്മ അറിയാൻ പാടില്ല. അറിഞ്ഞാൽ പിന്നെ ഇവള് നിലത്തൊന്നും അല്ലായിരിക്കും. അരുന്ധതി ആന്റി ഒഴികെ വേറെ ആരും ഈ രഹസ്യം അറിയാനേ പാടില്ല. പിന്നീട് കാണിക്കുന്നത് ജഗനെയും ജയേഷിനെയുമാണ്. അഖില് കോൺട്രാക്ട് സൈൻ ചെയ്ത കാര്യം സംസാരിക്കുകയാണ് അവര്. എങ്ങനെയും അഖിലിനെയും ശ്യാമയും തകർക്കണം എന്ന് ജഗൻ പറയുമ്പോൾ അതിനോട് യോജിക്കുകയാണ് ജയേഷും. പിന്നീട് കാണിക്കുന്നത് ആദിയെ പിന്തുടർന്നു പോകുന്ന അരുണിനെയാണ്. തുടർന്ന് ആദി വണ്ടി സൈഡിൽ ഒതുക്കിയിട്ട് അരുണിന്റെ അടുത്ത് ചെന്ന് ചോദിക്കുകയാണ്, നിനക്ക് എന്താ വേണ്ടത്? നീ എന്തിനാ എന്റെ പിന്നാലെ ഇങ്ങനെ വരുന്നത്? ആരാ ആ പെണ്ണ്? അത് ഏട്ടൻ പറയുന്നതാ ഏട്ടന് നല്ലത്. തുടർന്ന് അശ്വതിയുടെ പേരില് ആദിയും അരുണും കൂടി വഴക്കുണ്ടാക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അരുന്ധതിയുടെ വീടാണ്. ഐശ്വര്യ ശ്യാമ പാട്ടുപാടുന്ന കാര്യമെല്ലാം തന്നെ അരുന്ധതിയോട് ചെന്ന് പറയുകയാണ്. അതേസമയം അങ്ങോട്ടേക്ക് ജഗന്നാഥനും വരികയാണ്. താൻ കണ്ട കാര്യങ്ങളെല്ലാം ഐശ്വര്യ ജഗന്നാഥനോടും പറയുന്നു. തുടർന്ന് അരുന്ധതി പറയുകയാണ്, നമ്മൾ സംശയിച്ചതെല്ലാം ശരിയായിരുന്നു. ബീച്ചിൽ വെച്ച് അഖിലും ശ്യാമയും കൂടി പാട്ടുപാടുന്നത് താൻ കണ്ടെന്ന്
ഐശ്വര്യ പറയുമ്പോൾ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ജഗനും അരുന്ധതിയും. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.